നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ പഠിക്കുകയുണ്ടായി. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങളുടെ ഒരു പ്രാക്ടീസ് സെഷനാണ് വരുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുകയും പുതിയ പദങ്ങൾ പഠിക്കുകയും ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാ പദങ്ങളും കൃത്യമായിട്ട് ഡിക്ഷണറി ഉപയോഗിച്ച് കണ്ടെത്തി പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഭാഗം ട്രാൻസ്ലേഷനാണ്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനാണ്. നമ്മളിവിടെ ഒരുപാട് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന പദങ്ങളും അറിയാത്ത പദങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ പ്രാക്ടീസ് ബുക്കിൽ കൃത്യമായിട്ട് എഴുതി അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് എഴുതി വെക്കണം. ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ എഴുതായാലും നിങ്ങളത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കണ്ടെത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും. ദർ ഈസ് എ ക്യാറ്റ് ഓൺ ദി റൂഫ്. നമ്മളെല്ലാ ദർ ഈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പദങ്ങളാണ് ഇതിലുള്ളത്. ദർ ഈസ് എ ബുക്ക് ഓൺ ദി ടേബിൾ. ദർ ഈസ് എ പെൻ ഇൻ മൈ ബാഗ്. ദർ ഈസ് എ പാർക്ക് നിയർ അവർ ഹൗസ്. ദർ ഈസ് എ കാർ ഇൻ ദി ഗാരേജ്. ദർ ഈസ് എ റെയിൻബോ ഇൻ ദി സ്കൈ. ഇനി ദർ ഈസ് എ ബേക്കറി അക്രോസ് ദി സ്ട്രീറ്റ്. ദർ ഈസ് എ മൂവി പ്ലേയിങ് അറ്റ് ദ സിനിമ. ദർ ഈസ് എ ഫ്ലവർ ഇൻ ദി ഗാർഡൻ. ദർ ഈസ് എ കപ്പ് ഓഫ് ടീ ഓൺ ദി ഡെസ്ക്. There is a computer in the office. There is a river behind the house. There is a bicycle in the hallway. There is a clock on the wall. There is a restaurant on the corner. There is a map in the backpack. There is a teacher in the classroom. There is a playground in the park. Ini, there is a pencil on the shelf. There is a bus stop down the street. There is a lake in the mountains. There is a guitar in the living room. There is a supermarket nearby. There is a photograph on the wall. There is a swimming pool in the backyard. There is a soccer field in the school. There is a bed on the windowsill. There is a museum in the city center. There is a mirror in the bathroom. There is a phone on the bedside table. There is a hat on the coat rack. There is a tree in the front yard. There is a key in the drawer. There is a sandwich in the lunchbox. There is a flag on the top of the building. There is a picture on the fridge. There is a bike rack outside. There is a newspaper on the doorstep. There is a gift under the Christmas tree. There is a blanket on the couch. There is a post office around the corner. There is a dog in the backyard. There is a bridge over the river. There is a traffic light at the intersection. There is a rainbow after the rain. അവസാനമായിട്ട് there is a plant on the windowsill. There is a hat on the bed. There is a painting on the wall. There is a train station in the city. There is a flashlight in the drawer. അപ്പോൾ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. ഇതെന്തിനാണെന്ന് വെച്ചാൽ ദറീസിൻ്റെ ഉപയോഗം പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഒരുപാട് പദങ്ങൾ നമുക്കിതിലൂടെ പഠിക്കാൻ കഴിയും. ഈ പദങ്ങളെല്ലാം നിങ്ങൾ സ്വന്തം കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്കതെല്ലാം മനഃപ്പാഠമാക്കാൻ കഴിയും. ഏതായിരുന്നാലും ഇനിയുള്ള ഭാഗങ്ങൾ ദർ ആറ്, ദർ വാസ്, ദർ വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഇതിൻ്റെയൊക്കെ പ്രാക്ടീസ് സെഷനുകൾ ഇനി വരുന്നുണ്ട്. അതെല്ലാം പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കുക. അതിന് ശേഷം അത് നിങ്ങളുടെ നോട്ടിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു.